കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 നവംബർ മാസം 25-ാം തീയതി ചൊവ്വാഴ്ച, മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി. അന്ന് ഭാരതീയർ വിവാഹ പഞ്ചമിയായിട്ടാണ് ആഘോഷിക്കുന്നത്. ആരുടെ വിവാഹ ദിവസമാണ്? ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും വിവാഹ വാർഷിക ദിവസമാണ് 2025 നവംബർ മാസം 25-ാം തീയതി, അതായത് മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി. പഞ്ചമി തിഥി ആരംഭിക്കുന്നത് 2025 നവംബർ മാസം 24-ാം തീയതി രാത്രി 9:22 മുതൽ 2025 നവംബർ മാസം 25-ാം തീയതി രാത്രി 10:56 വരെയാണ്. അതുകൊണ്ട് തന്നെ വിവാഹ പഞ്ചമിയായി നമ്മൾ ആഘോഷിക്കുന്നത് 2025 നവംബർ മാസം 25-ാം തീയതി ചൊവ്വാഴ്ച. അന്ന് ഭാരതത്തിൻ്റെ അഭിമാനമായ അയോധ്യ ശ്രീരാമക്ഷേത്ര നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അന്നേ ദിവസം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് അയോധ്യയിൽ ധ്വജാരോഹണം ചെയ്യുകയാണ്. വളരെ ഭക്തിസാന്ദ്രമായ ഒരു ചടങ്ങാണ് അന്നേ ദിവസം അയോധ്യയിൽ സംഘടിപ്പിക്കുന്നത്. ഏറ്റവും പുണ്യകരമായ ധ്വജാരോഹണ ചടങ്ങ്. ആ പുണ്യമായ ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ്. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സരയൂ നദിയുടെ തീരത്തുള്ള ആ മനോഹരമായ ആ ദിവ്യമായ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ ജീവിതകാലത്തിൽ ഒരിക്കലെങ്കിലും പോകാൻ സാധിക്കണമേ. ഭഗവാന്റെ തൃപ്പാദങ്ങൾ പതിഞ്ഞ ആ പുണ്യഭൂമിയിലേക്ക് നമുക്കും ഒന്ന് പോകാൻ സാധിക്കണമേ എന്ന് മനസ്സു നിറഞ്ഞു പ്രാർത്ഥിച്ചു കൊള്ളുക. തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് വിവാഹ പഞ്ചമിയുമായി ബന്ധപ്പെട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ വിവാഹ കഥ അതൊന്ന് കേൾക്കാം. വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് ക്ഷമയോടുകൂടി ഇരുന്ന് എല്ലാവരും അവസാനം വരെ കേൾക്കണം. മിഥിലാപുരിയിലെ രാജകുമാരിയായ ജാനകിയെയാണ് ശ്രീരാമചന്ദ്രൻ വിവാഹം കഴിച്ചത്. ആ മിഥിലാപുരി ഇന്ന് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. ദശരഥ മഹാരാജാവിൻ്റെ 4 പുത്രന്മാരുടെയും വിദ്യാഭ്യാസം പൂർത്തിയായി എന്ന് അറിഞ്ഞ വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ എത്തിച്ചേരുകയും ശ്രീരാമചന്ദ്രന്റെ സേവനം രാജാവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതായത് മഹർഷിമാർ എപ്പോഴൊക്കെ യാഗം ചെയ്യുവാൻ തുടങ്ങുന്നുവോ ആ സമയത്തൊക്കെ അസുരന്മാർ അവരുടെ യാഗത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ യജ്ഞം ചെയ്യുവാൻ സാധിക്കാതെ വളരെയധികം വിഷമിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു അത്. ആ സമയത്ത് ശ്രീരാമചന്ദ്രന്റെ സേവനം വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ദശരഥ മഹാരാജാവിന് വളരെ കുട്ടിയായിരുന്ന ശ്രീരാമചന്ദ്രനെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ ഐക്യുവാൻ ഒട്ടും തന്നെ മനസ്സ് വന്നില്ല. അപ്പോഴാണ് അവിടേക്ക് ശ്രീരാമചന്ദ്രൻ എത്തുന്നത്. അച്ഛനെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ മഹർഷിയുടെ കൂടെ പോകാം എന്ന് പറയുകയും അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യുന്നു. മഹർഷി ശപിക്കുമോ എന്നുള്ള ആ ഭയം നിമിത്തം ദശരഥ മഹാരാജാവ് മനസ്സില്ലാ മനസ്സോടുകൂടി സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്രനും അനുജനായ ലക്ഷ്മണനും കൂടി വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പുറപ്പെടുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പുറപ്പെടുന്ന ആ സമയത്ത്, അതായത് ആ യാത്ര ചെയ്യുന്ന അവസരത്തിൽ വിശ്വാമിത്ര മഹർഷിക്ക് മനസ്സിലാകുന്നു രാമനും ലക്ഷ്മണനും ക്ഷീണിക്കുന്നു. അങ്ങനെ അത് മനസ്സിലാക്കിയ വിശ്വാമിത്രൻ
ചില മന്ത്ര ഉപദേശങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്നു. അതായത് വർഷങ്ങളോളം ആഹാരം കഴിക്കാതെയും ഉറങ്ങാതെയും ഇരിക്കുവാനുള്ള ശക്തിയാണ് ആ മന്ത്രങ്ങളിലൂടെ പ്രദാനം ചെയ്തത്. അതിനുശേഷം പിന്നീട് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ധാരാളം അസുരന്മാരെ വധിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് താടക വധമൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം എല്ലാവർക്കും സൃഷ്ടിച്ചു കൊടുക്കുന്നു. അങ്ങനെ വരുന്ന വഴിക്കാണ് അഹല്യാദേവിക്ക് മോക്ഷം നൽകുന്നത്. അങ്ങനെ അവർ യാത്ര തുടരുകയാണ്. ആ അവസരത്തിലാണ് വിശ്വാമിത്ര മഹർഷി മിഥിലയിൽ ജനക മഹാരാജാവിന്റെ പുത്രി ജാനകിക്ക് സ്വയംവരം നിശ്ചയിച്ചിരിക്കുകയാണ് എന്നും അവിടേക്ക് നമുക്ക് പോകാമെന്നും ശ്രീരാമചന്ദ്രനോട് പറയുന്നത്. അങ്ങനെ വിശ്വാമിത്ര മഹർഷി പറഞ്ഞതനുസരിച്ചിട്ട് ലക്ഷ്മണനും രാമനും മഹർഷിയുടെ കൂടെ മിഥിലയിലേക്ക് പോകുന്നു. ആ അവസരത്തിലാണ് കൈവർത്തൻ എന്ന തോണിക്കാരന് ശ്രീരാമചന്ദ്രൻ അനുഗ്രഹം നൽകുന്നത്. കൈവർത്തനാണ് അവരെ കടത്തി മിഥിലയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും മിഥിലാപുരിയിൽ എത്തിച്ചേരുന്നു. രാമനും ലക്ഷ്മണനും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ജനക മഹാരാജാവിനെ വിശ്വാമിത്രൻ അറിയിക്കുന്നു. ജനക മഹാരാജാവ് നേരിട്ടെഴുന്നള്ളി അവരെ രണ്ടുപേരെയും സ്വീകരിച്ച് ആനയിക്കുന്നു. രാമനെ കണ്ടപ്പോൾ രാജാവിനും രാജസഭാ അംഗങ്ങൾക്കും സീതാദേവിക്ക് വരൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നു. അവരെല്ലാവരും അക്കാര്യം അടക്കം പറയുകയും ചെയ്തു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ വന്നിരിക്കുന്നു എന്നുള്ള വിവരം സീതാദേവി അറിയുന്നു. സീതാദേവി തൻ്റെ കൂട്ടുകാരുമൊത്ത് മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ശ്രീരാമചന്ദ്രനെ കാണുന്നു. ശ്രീരാമചന്ദ്രനെ കണ്ട സീതാദേവി ഈ ദേവനെ തന്നെ തനിക്ക് ഭർത്താവായി ലഭിക്കണമെന്ന് സകല ദേവന്മാരോടും പ്രാർത്ഥിക്കുന്നു. സീതാദേവി കൈകൂപ്പിക്കൊണ്ട് ദേവന്മാരോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ ദേവന്മാരെ, അഗ്നി ഭഗവാനെ, വരുണദേവ, മഹേന്ദ്ര, അഷ്ടദിക്പാലകന്മാരെ, മഹാദേവ, എന്നെ അനുഗ്രഹിക്കണമേ. അമ്മേ ഭഗവതി, അവിടുത്തോട് കൈകൂപ്പിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുണനിധിയായ രാമനെ എനിക്ക് പതിയായി നൽകണമേ. ശിവനും വിഷ്ണുവും എല്ലാ ദേവന്മാരും നീ തന്നെ. ചണ്ടനെയും മുണ്ടനെയും 100 കണക്കിന് അസുരന്മാരെയും കൊന്നൊടുക്കി ദേവഗണത്തെ സംരക്ഷിച്ച ജഗദംബികെ, ശ്രീരാമനെ പതിയായി നൽകി എന്നെ അനുഗ്രഹിക്കണമേ. രാമനല്ലാതെ എനിക്ക് മറ്റൊരു ഗതിയില്ല. രാമൻ ശൈവചാപം ഒടിക്കണം. അച്ഛൻ്റെ കഠിനമായ പരീക്ഷയെ രാമൻ അതിജീവിക്കണം. അല്ലയോ ജഗദംബികെ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇങ്ങനെ സീതാദേവി മനസ്സുരുകിക്കൊണ്ട് ഭഗവതിയോടും സകല ദേവന്മാരോടും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സീതാദേവിയുടെ പ്രാർത്ഥന മനസ്സിലാക്കിയ ദേവഗണങ്ങൾ രാമനെ തന്നെ ജാനകിക്ക് പതിയായി ലഭിക്കും, ഒട്ടും വിഷമിക്കേണ്ട എന്ന് അന്തരീക്ഷത്തിൽ ആകാശത്തിൽ നിന്നുകൊണ്ട് വിളിച്ച് പറയുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ശൈവചാപം വെച്ചിരിക്കുന്ന ആ ഗൃഹത്തിലേക്ക് കടക്കുന്നു. ജനക മഹാരാജാവിന് പരശുരാമൻ നൽകിയ ചാപമാണ് ആ ഗൃഹത്തിൽ ഇരിക്കുന്നത്. പരശുരാമന് ആ ചാപം നൽകിയത് മഹേശ്വരനാണ്. അങ്ങനെ രാമൻ ആ ഗൃഹത്തിലേക്ക്, ആ ചാപഗൃഹത്തിലേക്ക് കടന്നപ്പോൾ എല്ലാവരും തന്നെ രാമനെ പ്രോത്സാഹിപ്പിക്കുന്നു. അവിടെ വന്നുകൂടിയ രാജാക്കന്മാർ ഈ കൊച്ചു ബാലൻ വില്ലൊടിക്കുന്നതൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു. രാമ, വില്ലെടുക്കൂ എന്ന് അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാവരും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കാരണം അവരെല്ലാവരും ആഗ്രഹിച്ചു തങ്ങളുടെ ജാനകിയെ രാമൻ വിവാഹം കഴിക്കണമെന്ന്. രാമൻ ലക്ഷ്മണനെ ഒന്ന് നോക്കി. അപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, ജ്യേഷ്ഠ, വില്ലെടുത്തു കുലയ്ക്കൂ, എന്നിട്ട് ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തു. ലക്ഷ്മണന്റെ വാക്കു കേട്ടതും ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്രന്റെ മുഖത്തേക്ക് നോക്കി.
എന്നിട്ട് ചോദിക്കുകയാണ്, അല്ലയോ ഗുരു, അനുമതി തന്നാലും ഞാൻ ഈ ശൈവചാപം എടുക്കട്ടെ. അപ്പോൾ ഗുരു അനുവാദം നൽകുന്നു. രാമൻ എല്ലാവരും കാൺകെ പുഞ്ചിരിച്ചുകൊണ്ട് ആ വില്ലെടുത്ത് കുലച്ചു. എന്നിട്ട് ലക്ഷ്മണനെ നോക്കി വീണ്ടും ചോദിക്കുകയാണ്, അനുജ, ഈ ചാപം മഹാദേവന്റേതാണ്. ആ ചാപം ഞാൻ ഒടിക്കട്ടെ. അങ്ങനെ ചെയ്താൽ ദൈവകോപം ഉണ്ടാകുമോ? അപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, ഗുരുനാഥനായ മുനി പറഞ്ഞിട്ടല്ലേ അങ്ങ് ഇപ്രകാരം ചെയ്യുന്നത്? ഗുരുനാഥന്റെ ആജ്ഞ അനുസരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ തെറ്റില്ല എന്ന് ലക്ഷ്മണൻ രാമനോട് പറയുന്നു. അതുകൂടാതെ മഹർഷി അനുമതി നൽകുകയും ചെയ്തു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ആ വില്ലെടുത്ത് കുലയ്ക്കുന്നു. വില്ലെടുത്ത് കുലച്ച ആ സമയത്തു തന്നെ ആ വില്ല് മടമട എന്ന ശബ്ദത്തോടു കൂടി ഒടിഞ്ഞുപോയി. സഭാവാസികളെല്ലാം അത്ഭുതപ്പെട്ടു. 3 ലോകങ്ങളും മേഘങ്ങളും ഞെട്ടിവിറച്ചു. ജനക മഹാരാജാവിന് വലിയ സന്തോഷമായി. മിഥിലാ നഗരത്തിൽ വാദ്യമേളങ്ങൾ ഉയർന്നു. ജനക മഹാരാജാവിന് വളരെയധികം സന്തോഷമായി. ആ സമയത്ത് സുമന്ത്ര എന്ന ബ്രാഹ്മണൻ അവിടേക്ക് വരികയും ലക്ഷ്മണനെയും ശ്രീരാമചന്ദ്രനെയും തൻ്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. ആ സമയത്ത് വിശ്വാമിത്ര മഹർഷിയെ ജനക മഹാരാജാവ് തൻ്റെ രാജധാനിയിലേക്ക് ആളയച്ച് വിളിക്കുന്നു. എന്നിട്ട് എത്രയും പെട്ടെന്ന് വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം, മുഹൂർത്തം നോക്കണമെന്ന് ജനക മഹാരാജാവ് വിശ്വാമിത്രനോട് പറയുന്നു. ആ കാര്യം വന്ന് വിശ്വാമിത്രൻ രാമനോട് പറഞ്ഞപ്പോൾ രാമൻ പറയുകയാണ്, അതിപ്പോൾ നടക്കില്ല. ഒന്നാമത്തെ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ല. അച്ഛനും അമ്മയും കാത്തിരിക്കുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾ 4 സഹോദരന്മാരാണ്. അതിൽ ഒരാൾ മാത്രം വിവാഹം കഴിക്കുന്നത് അത് ശരിയല്ല. ഞങ്ങൾ 4 പേർക്കും വധുക്കളെ തരാമെങ്കിൽ വിവാഹം കഴിക്കാം. അത് മാത്രമല്ല, അച്ഛൻ്റെ അനുവാദം, അച്ഛൻ്റെയും അമ്മമാരുടെയും അനുവാദം അത് നിർബന്ധവുമാണ്. ഈ കാര്യം വിശ്വാമിത്രനോട് രാമൻ പറയുന്നു. വിശ്വാമിത്രൻ തിരിച്ച് ജനക മഹാരാജാവിന്റെ അടുക്കൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ വിസ്തരിച്ചു തന്നെ പറയുന്നു. ജനക മഹാരാജാവ് ആകെ വിഷമിച്ചു. 4 കുമാരന്മാർക്കും കൂടി എങ്ങനെയാണ് 4 കുമാരിമാരെ കൊടുക്കുന്നത്? ഇങ്ങനെ ജനക മഹാരാജാവ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് പുരോഹിതനായ ശതാനന്ദൻ മഹാരാജാവിനോട് പറയുകയാണ്, മഹാരാജൻ എന്തിനു വിഷമിക്കണം? അങ്ങയുടെ കുടുംബത്തിൽ തന്നെ 4 കന്യകമാരുണ്ടല്ലോ. 2 പുത്രിമാർ അങ്ങേക്കുണ്ട്. അങ്ങയുടെ അനുജൻ കുശധ്വജൻ, അദ്ദേഹത്തിനും 2 പുത്രിമാരില്ലേ? അങ്ങനെ 4 കന്യകമാർ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ. ആ 4 കന്യകമാരെയും നമുക്ക് 4 കുമാരന്മാർക്ക് നൽകാം. ഇങ്ങനെ ആ പുരോഹിതൻ ജനക മഹാരാജാവിനോട് പറയുന്നു. അത് കേട്ടതും ജനക മഹാരാജാവിന് വളരെയധികം സന്തോഷമാവുകയും ആ കാര്യം വിശ്വാമിത്ര മഹർഷിയോട് പറയുകയും ചെയ്തു. വിശ്വാമിത്ര മഹർഷി ഉടൻ തന്നെ ശ്രീരാമചന്ദ്രനെ വന്നു കണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നു. അതിനുശേഷം വിശ്വാമിത്ര മഹർഷി തന്നെ അയോധ്യയിലേക്ക് പുറപ്പെടുന്നു. കാരണം ഈ വിവരങ്ങളെല്ലാം തന്നെ ദശരഥ മഹാരാജാവിനെ അറിയിക്കണം. അങ്ങനെ ഈ സന്തോഷകരമായ വാർത്ത അറിയിക്കുന്നതിനായി വിശ്വാമിത്ര മഹർഷി തന്നെ പുറപ്പെടുകയും അങ്ങനെ അദ്ദേഹം അയോധ്യയിൽ എത്തിച്ചേരുകയും ചെയ്തു. ദശരഥ മഹാരാജാവ് നോക്കുമ്പോൾ തൻ്റെ 2 പുത്രന്മാരെ കൂടെ കൊണ്ടുപോയ വിശ്വാമിത്ര മഹർഷി അതാ ഒറ്റയ്ക്ക് തിരിച്ചു വരുന്നു. തൻ്റെ കുമാരന്മാർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചുവോ എന്ന് ചിന്തിച്ച് ദശരഥ മഹാരാജാവ് വല്ലാതെ വിഷമിച്ചു. അങ്ങനെ തൻ്റെ പുത്രന്മാർക്ക് എന്ത് സംഭവിച്ചു എന്ന് വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചപ്പോൾ, അങ്ങ് സമാധാനിക്കുക, രാമനും ലക്ഷ്മണനും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ രാജാവും രാജപത്നിമാരും വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ
ദശരഥ മഹാരാജാവ് തൻ്റെ സർവസേനയോടും അതുകൂടാതെ ധാരാളം സ്വർണാഭരണങ്ങളും രത്നാഭരണങ്ങളും മറ്റുള്ള ധനങ്ങളും ഒക്കെ എടുത്തിട്ട് മന്ത്രിമാരോടും പുരോഹിതന്മാരോടും കൂടി ഭരതനെയും ശത്രുഘ്നെയും കൂട്ടി മിഥിലയിലേക്ക്, ജനകപുരിയിലേക്ക് പുറപ്പെടുന്നു. അങ്ങനെ എല്ലാവരും മിഥിലയിൽ എത്തിച്ചേർന്നു. ജനക മഹാരാജാവ് നേരിട്ടെത്തി എല്ലാവരെയും സ്വീകരിക്കുന്നു. അയോധ്യയിലെ കുലഗുരുവാണ് വസിഷ്ഠൻ. വസിഷ്ഠനാണ് വിവാഹത്തിനുള്ള ഉത്തമമായ മുഹൂർത്തം നിശ്ചയിച്ചത്. സ്ത്രീ പുരുഷന്മാർ ഒരിക്കലും പിരിയാൻ ഇടയില്ലാത്ത ഉത്തമമായ മുഹൂർത്തമാണ് വസിഷ്ഠൻ നിശ്ചയിച്ചത്. ഈ മുഹൂർത്തത്തിൽ വിവാഹം നടന്നാൽ രാമന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാവുകയില്ല എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ആ മുഹൂർത്തത്തിൽ വിവാഹം നടക്കാതിരിക്കുവാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ചു. ശ്രീരാമചന്ദ്രനും സീതാദേവിയും പിരിയുകയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് രാവണവധം നടക്കുന്നത്? അതുകൊണ്ട് മുഹൂർത്തം തെറ്റിക്കണം. അതിന് അവർ ചന്ദ്രനെ ചുമതലപ്പെടുത്തുന്നു. നർത്തകനായി ചന്ദ്രൻ ദശരഥൻ താമസിക്കുന്ന കൊട്ടാരത്തിലെത്തി നൃത്തം ചെയ്തു. അങ്ങനെ എല്ലാവരെയും മോഹിപ്പിച്ചു. അങ്ങനെ കർക്കിടക ലഗ്നം കഴിഞ്ഞ് സ്വയംവരം നടക്കാൻ പാടുള്ളൂ എന്ന ചിന്തയോടുകൂടി എല്ലാവരെയും ചന്ദ്രൻ തൻ്റെ നൃത്തത്തിൽ മോഹിപ്പിച്ച് താമസിപ്പിച്ചു. അങ്ങനെ ചന്ദ്രന്റെ ആ നൃത്തത്തിൽ എല്ലാവരും മയങ്ങിപ്പോവുകയും മുഹൂർത്തം തെറ്റുകയും ചെയ്തു. അങ്ങനെ തെറ്റിയ മുഹൂർത്തത്തിൽ, അതായത് വസിഷ്ഠൻ നിശ്ചയിച്ച മുഹൂർത്തത്തിലല്ല വിവാഹം നടന്നത്. വിവാഹത്തിനായി ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും അണിയിച്ച് ഒരുക്കി. 4 കുമാരിമാരെയും പനിനീരിൽ കുളിപ്പിച്ച് സർവാഭരണ ഭൂഷിതരായി അണിയിച്ച് ഒരുക്കി. 4 ദിക്കുകളിലും ദിവ്യദീപങ്ങൾ തെളിഞ്ഞു. 4 സഹോദരിമാരെയും വിശിഷ്ടവേഷങ്ങൾ അണിയിച്ച് മണ്ഡപത്തിലേക്ക് ആനയിച്ചു. മണ്ഡപത്തിൽ ഇരുന്നു കൊണ്ട് സീതാദേവി പുഷ്പാഞ്ജലി ചെയ്തു. രാമനെ 7 വട്ടം സീതാദേവി വലം വെച്ചു. മറച്ചു പിടിച്ചിരുന്ന വസ്ത്രം മാറ്റിയപ്പോൾ ഇരുവരും മുഖം കണ്ടു. ശിരസിൽ കലശജലം ഒഴിച്ചിട്ട് കന്യകയെ ഗ്രഹിച്ചു. ബന്ധുക്കൾ സീതാദേവിയെ ഒരു ഇരുൾ നിറഞ്ഞ മുറിയിലേക്ക് കൊണ്ടുപോയി. വരനെ കൊണ്ടുവരാൻ ആജ്ഞ നൽകി. രാമനെ കൊണ്ട് ഷഷ്ഠി പൂജ ചെയ്യിപ്പിച്ചു. രാമനെ കൈപിടിച്ചു കൊണ്ടുവന്നു. സീതയുടെ കരം ഗ്രഹിക്കൂ എന്ന് ബന്ധുക്കൾ പറഞ്ഞു. സീതയപ്പോൾ മനസ്സിൽ പറയുകയാണ്, ഞാൻ കൈകൊണ്ട് രാമന്റെ തൃപ്പാദങ്ങളാണ് ഗ്രഹിക്കേണ്ടത്. രാമന്റെ കൈമുട്ടി സീതയുടെ കൈവളകൾ കിലുങ്ങി. രഘുമണി ജാനകിയുടെ കരം ഗ്രഹിച്ചു. സ്ത്രീകൾ അപ്പോൾ കിലുകിലെ ചിരിച്ചുകൊണ്ട് അവർ 2 പേരെയും കളിയാക്കി. ചിലർ കൈ പിടിപ്പിച്ചു, ചിലർ കാൽ പിടിപ്പിച്ചു. പിന്നെ മുന്നിലും പിന്നിലുമായി വധൂവരന്മാർ പുറത്തേക്ക് വന്നു. രോഹിണി നക്ഷത്രവും ചന്ദ്രനും ആകാശത്ത് ഉയർന്നതുപോലെ കന്യാദാനത്തിന്റെ ചടങ്ങുകളൊക്കെ നടത്തി. പഞ്ചഹരീതകി നൽകി പ്രായശ്ചിത്തം ചെയ്യിപ്പിച്ചു. ദാസീദാസന്മാരെ കന്യാദനമായി നൽകി. ജലധാര കഴിച്ചു. കന്യകയെ വരൻ അറയിലേക്ക് കൊണ്ടുപോയി. രാജാവും റാണിയും ആശീർവദിച്ചു. വധൂവരന്മാർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. സഖികൾ ഒരുക്കിയ വാസഗൃഹത്തിൽ വധൂവരന്മാർ ഒന്നിച്ച് കഴിഞ്ഞു. ഇതേപോലെ തന്നെ മറ്റ് 3 കുമാരിമാരുടെയും 3 കുമാരന്മാരുടെയും വിവാഹം നടത്തി. ഊർമിളയോടൊത്ത് ലക്ഷ്മണനും, മാണ്ഡവിയോടൊത്ത് ഭരതനും, ശ്രുതകീർത്തിയോടൊത്ത് ശത്രുഘ്നനും ഇപ്രകാരം 4 പേരും ആ പകൽ കഴിച്ചുകൂട്ടി. മിഥിലാപുരി എങ്ങും ആഘോഷത്തിൽ മുങ്ങിത്താണു.
ഹരേ കൃഷ്ണ. അങ്ങനെ ദശരഥ മഹാരാജാവിന്റെ 4 പുത്രന്മാരുടെയും വിവാഹം, ജനക മഹാരാജാവിന്റെ 2 പുത്രിമാരുടെയും ജനക മഹാരാജാവിന്റെ അനുജന്റെ 2 പുത്രിമാരുടെയും വിവാഹം മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി തിഥിയിൽ മിഥിലാപുരിയിൽ വെച്ച് നടന്നു. പക്ഷേ വസിഷ്ഠ മഹർഷി കുറിച്ചു കൊടുത്ത ആ മുഹൂർത്തത്തിലായിരുന്നില്ല ആ വിവാഹം നടന്നത്. മുഹൂർത്തം തെറ്റിപ്പോയി. അതിനു കാരണം ചന്ദ്രന്റെ ആ നൃത്തമാണ്. ചന്ദ്രഭഗവാൻ തൻ്റെ നൃത്തത്തിൽ എല്ലാവരെയും കുറച്ചു സമയത്തേക്ക് മയക്കി നിർത്തിയിരുന്നു. മുഹൂർത്തം തെറ്റിയത് ആരും അറിഞ്ഞില്ല. കാരണം മുഹൂർത്തം തെറ്റണം. കൃത്യമായ മുഹൂർത്തത്തിൽ ആ വിവാഹങ്ങൾ നടന്നാൽ രാമരാവണ യുദ്ധം അത് നടക്കില്ല. വിധി അതനുസരിച്ചിട്ടേ എല്ലാ കാര്യങ്ങളും നടക്കൂ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണമായ മനുഷ്യ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നുവോ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ കാണിച്ചു തന്ന ഉത്തമ ഉദാഹരണമാണ് ശ്രീരാമചന്ദ്രൻ. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് ശ്രീരാമചന്ദ്രൻ സീതാദേവി ഉപേക്ഷിച്ചു? എന്തിന് മാറ്റി നിർത്തി? എന്തിന് ഈ പരീക്ഷണങ്ങളെല്ലാം നൽകി? രാമായണം ശരിയായ രീതിയിൽ പഠിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും ലഭിക്കും. കഴിഞ്ഞ തവണ കർക്കടകത്തിൽ നമ്മുടെ കൂടെ ഇരുന്ന് രാമായണം കേട്ട എല്ലാവർക്കും അതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരവസരത്തിൽ ആ ഭാഗങ്ങളൊക്കെ വളരെ വിശദമായി പറയാം. അങ്ങനെ ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും വിവാഹം നടന്ന വിവാഹ പഞ്ചമി ദിവസം 2025 നവംബർ മാസം 25-ാം തീയതി ചൊവ്വാഴ്ച ഭാരതത്തിന്റെ അഭിമാനമായ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ധ്വജ ആരോഹണം ആ ചടങ്ങ് നടക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ ചടങ്ങ് നിർവഹിക്കുന്നത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പുണ്യഭൂമിയായ അയോധ്യയിൽ, ആ അയോധ്യയുടെ മണ്ണിൽ ഒന്ന് സ്പർശിക്കുവാൻ, ആ പുണ്യനദിയായ സരയൂ നദിയെ ഒന്ന് കണ്ണിറച്ചു കണ്ട് പ്രാർത്ഥിക്കുവാൻ, ആ പുണ്യക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തുവാൻ എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.